നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വീടിനുള്ളിൽ കടന്നുകയറിയ തെരുവ് നായയുടെ ആക്രമണത്തിൽ കിടപ്പ് രോഗിയായ വയോധികയ്ക്ക് ദാരുണാന്ത്യം. കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയായനിയാണ് മരിച്ചത്. തടയാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ദേവദാസ് ചികിത്സയിലാണ്. നാടിനെ നടുക്കിയ സംഭവത്തിന് പിന്നാലെ പ്രദേശവാസികളെയും വളർത്തുമൃഗങ്ങളെയും ഭീതിയിലാഴ്ത്തിയ നായയെ നാട്ടുകാർ സാഹസികമായി പിടികൂടി. വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ വിവിധ വിഷയങ്ങളെ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാഗ്വാദവും ബഹളവും. കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കടമുറികളുടെ ലേലം, കുറാഞ്ചേരിയിലെ കെട്ടിട നിർമ്മാണം എന്നിവയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിലും പ്രധാന അജണ്ടകൾ കൗൺസിൽ പാസാക്കി. ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതികൾക്കായി 42.91 കോടി രൂപയുടെ ഗ്രാന്റ് അനുവദിച്ച കാര്യവും ചർച്ച ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഷൊർണൂരിൽ നേരിട്ട് ചുമരെഴുത്തിനിറങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി BJPയുടെ പ്രചാരണത്തിന് ആവേശകരമായ തുടക്കം കുറിച്ചു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി എത്തിയ അദ്ദേഹം മതിലിൽ താമര ചിഹ്നം വരയ്ക്കാനും നിറം നൽകാനുമായി അരമണിക്കൂറോളം പ്രവർത്തകർക്കൊപ്പം ചെലവഴിച്ചു. നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർത്തി കേന്ദ്രമന്ത്രി ചുമരെഴുത്ത് പൂർത്തിയാക്കിയത്. ആറ്റത്രയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റത്ര ചിറമ്മൽ റോബിനെയാണ് ഇന്ന് രാവിലെ സ്വന്തം കിടപ്പുമുറിയിൽ കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി.